ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇംഗ്ലീഷിൽ ചില ടെക്നിക്സ് ഉപയോഗിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ സാധിക്കും. ഓൾറെഡി ഞാൻ 2 വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആ ട്രാക്കിലൂടെ പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടെക്നിക്കാണ് റില്ല ടെക്നിക്ക്. ഇതുപോലുള്ള കോഡുകളും ടെക്നിക്സൊക്കെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സെൻറ്റൻസ് കാണുമ്പോൾ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതുപോലെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാനും സാധിക്കും. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ത്രൂ ഔട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു ഉറുണ്ട് ടെക്നിക്സ്. ആ വീഡിയോ കണ്ടിട്ടാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് വേർഷനാണ് റില്ല ടെക്നിക്സ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസിൽ നിന്ന് വലിയ സെൻറ്റൻസിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്യാച്ചപ്പ് ചെയ്യാൻ സിമ്പിളാവും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാൻ പോകാറുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ ഗോ എന്ന് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഞാൻ പോകാറില്ല എന്ന് പറയാനായിട്ട് ഐ ഡോണ്ട് ഗോ. ഇനിയിപ്പോൾ നീ പോകാറില്ല എന്നെങ്ങനെയായിരിക്കും? യു ഡോണ്ട് ഗോ. അവർ പോകാറില്ല, ദേ ഡോണ്ട് ഗോ. ഞങ്ങൾ പോകാറില്ല, വി ഡോണ്ട് ഗോ. ഇപ്പോൾ മനസ്സിലായി സെൻട്രൽ ഒരു ഡോണ്ട് കൊടുത്താൽ അത് നെഗറ്റീവ് ആവുമെന്ന്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവൾ പോകാറില്ല, അവൻ പോകാറില്ല, റാണി പോകാറില്ല എന്നൊക്കെ പറയാനായിട്ട് ഷീ ഡസിൻ ഗോ, ഹീ ഡസിൻ ഗോ, റാണി ഡസിൻ ഗോ. ഈ ഡു കഴിഞ്ഞിട്ട് ഒരു ES ചേർത്തിട്ടാണല്ലേ നമ്മൾ പറയാറ്. അതെന്തുകൊണ്ടാണ്? സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഡസിൻ്റെ യൂസ് ചെയ്യണത്. അപ്പോൾ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് ഐ യു ദേ വീൻ്റെ കൂടെ ഡോണ്ട് ആയിരിക്കും. ഇനിയിപ്പോൾ സബ്ജക്റ്റ് ഹീ ഷീ ഇറ്റ് നെയിമൊക്കെ ആണെങ്കിൽ അത് ഡസിൻ്റെ ആയിരിക്കും. ഇവിടെ നെയിം മെൻഷനാക്കിയത് പേഴ്സൺ, അനിമൽസ്, തിങ്സ് ഇതൊക്കെ ഉൾപ്പെടും കേട്ടോ. അതുപോലെ ഇറ്റ് എന്തായിരിക്കും? ഇറ്റ് ഡസിൻ ഗോ എന്നാവും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഈ പോകാറില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തീരെയും അങ്ങോട്ട് പോകാറില്ല അല്ലേ. പോയിട്ടില്ല എന്നതും പോകാറില്ല എന്നതും രണ്ടാണ് അല്ലേ. പോകാറില്ല, ഞാൻ അങ്ങോട്ട് പോകാറില്ല എന്ന് പറയുമ്പോൾ എന്താ? ഞാൻ അങ്ങോട്ട് തീരെ പോകാറില്ല എന്നല്ലേ. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറയുമ്പോഴോ ഞാൻ അങ്ങോട്ട് ഇന്നലെ മിഞ്ഞാന്നൊന്നും പോയിട്ടില്ല എന്നൊരു അർത്ഥമാണല്ലോ വരുന്നത്. അപ്പോൾ രണ്ടും മനസ്സിലാക്കിയിട്ട് ഡോണ്ടും ഡസിൻ്റെയും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കുറച്ചധികം സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഞാൻ പാട്ട് പാടാറില്ല, ഐ ഡോണ്ട് സിങ്. ഞാൻ സ്കൂളിൽ പോകാറില്ല, ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ. ഞാൻ രാവിലെ ഉറങ്ങാറില്ല, ഐ ഡോണ്ട് സ്ലീപ്പ് ഇൻ ദ മോർണിംഗ്. ഇനിയിപ്പോൾ നീ പഠിക്കാറില്ല, യു ഡോണ്ട് സ്റ്റഡി. നീ എൻ്റെ വീട്ടിലേക്ക് വരാറില്ല, യു ഡോണ്ട് കം ടു മൈ ഹൗസ്. നീ എന്നെ ഇൻവൈറ്റ് ചെയ്യാറില്ല, യു ഡോണ്ട് ഇൻവൈറ്റ് മീ. ഓരോ എക്സാമ്പിൾസും ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. അവർ എന്നെ നോക്കാറില്ല, ദേ ഡോണ്ട് ലുക്ക് അറ്റ് മീ. അവർ എന്നോട് മിണ്ടാറില്ല, ദേ ഡോണ്ട് ടോക്ക് ടു മീ. അവർ എന്നെ ശ്രദ്ധിക്കാറില്ല, ദേ ഡോണ്ട് ലിസൺ ടു മീ. അതുപോലെ ഞങ്ങൾ അങ്ങോട്ട് പോകാറില്ല, വി ഡോണ്ട് ഗോ ദർ. ഞങ്ങൾ മൂവീസ് കാണാറില്ല, വി ഡോണ്ട് വാച്ച് മൂവീസ്. ഞങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കാറില്ല, വി ഡോണ്ട് അറ്റൻഡ് ദ മീറ്റിംഗ്സ്. ഇപ്പോൾ ഡോണ്ട് വെച്ചിട്ട് നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞില്ലേ. ഇനി ഡസിൻ്റെ ആണല്ലേ. ഡസിൻ്റെ ഏതിനൊക്കെ വരിക? ഹീ ഷീ ഇറ്റ് നെയിമിൻ്റെ കൂടെയൊക്കെ ഡസിൻ്റെ ആയിരിക്കില്ല വരിക. ഇവിടെ നോക്കിക്കേ, അവൻ ജോലിക്ക് പോകാറില്ല, ഹി ഡസിൻ ഗോ ടു വർക്ക്. അവൻ പാചകം ചെയ്യാറില്ല, ഹി ഡസിൻ കുക്ക്. അവൻ കുട്ടിയെ നോക്കാറില്ല, ഹി ഡസിൻ ലുക്ക് ആഫ്റ്റർ ദ ചൈൽഡ്. ഇനി അടുത്തത് ഷീ വെച്ചിട്ടാണ് കേട്ടോ. അവൾ പഠിക്കാൻ പോകാറില്ല, ഷി ഡസിൻ ഗോ ടു സ്റ്റഡി. അവൾ രാത്രി ഉറങ്ങാറില്ല, ഷി ഡസിൻ സ്ലീപ്പ് അറ്റ് നൈറ്റ്. അവൾ അമ്മയെ സഹായിക്കാറില്ല, ഷി ഡസിൻ ഹെൽപ്പ് ഹെർ മദർ. ഇറ്റിന് നമുക്ക് ഇത് എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ വരുന്നത്. ഇത് ഓപ്പൺ ആവാറില്ല, ഇറ്റ് ഡസിൻ ഓപ്പൺ. ഇത് പ്രവർത്തിക്കാറില്ല, ഇറ്റ് ഡസിൻ വർക്ക്. ഇത് സൗണ്ട് ഉണ്ടാക്കാറില്ല, ഇറ്റ് ഡസിൻ മേക്ക് എ സൗണ്ട്. ഇനി അടുത്തത് നെയിമൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പറയാൻ നോക്കുക. രാമു ഫുട്ബോൾ കളിക്കാറില്ല, രാമു ഡസിൻ പ്ലേ ഫുട്ബോൾ. രാധ പുസ്തകം വായിക്കാറില്ല, രാധ ഡസിൻ റീഡ് ബുക്സ്. മീന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, മീന ഡസിൻ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഡോണ്ട് യൂസ് ചെയ്യുക, അതുപോലെ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഡസിൻ്റെ യൂസ് ചെയ്യുക എന്നൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അതുപോലെ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തട്ടോ. ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടോ. എന്നിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് സജഷൻസൊക്കെ നിങ്ങൾ പറയട്ടോ കമൻറ്റ് ബോക്സിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. So see you in the next video. Thank you.